കാസർഗോഡ് പടന്നയിൽ ശൈശവ വിവാഹം നടന്നത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അഴീക്കാൽ ജുമാ മസ്ജിദിലെ പുരോഹിതൻ. മഹല്ല് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് പറഞ്ഞാണ് നിക്കാഹ് നടത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടതെന്ന് റഹ്മത്തുള്ള ആരോപിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് നിക്കാഹ് കഴിക്കുന്നത് എന്ന് തനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലായിരുന്നു എന്നും നിക്കാഹിന് നേതൃത്വം നൽകിയ പുരോഹിതൻ പറയുന്നു. പരിശോധനയ്ക്കെത്തിയ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരുമായി റഹ്മത്തുള്ള സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഇങ്ങനെ നിക്കാഹത്തെ പണിക്ക് ഇന്ന ദിവസം ടൈമിന് നിക്കാഹിനെന്ന് അറിയിക്കും. നമ്മൾ പോവും, നിക്കാഹ് ചെയ്യും, അവരൊപ്പിളാണ് വീട്ടിലേക്ക് പോരും. നമ്മൾ വേറൊന്നും ഞങ്ങൾ അറിയാറില്ല. നമ്മളത് അറിയുന്ന ആൾക്ക് കാരണം ഇവരെല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിൻ്റെ പെരക്കാരും ഇപ്പോഴും എടുക്കാറില്ല. ചെക്കൻ്റെ പെരക്കാർ എനിക്ക് വരുന്നില്ല. ഇപ്പോഴും ഈ സമയം വരെ എനിക്ക് അതേ പരിചയമല്ല. പള്ളി കമ്മിറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആവില്ല നമ്മൾ അറിയിക്കല്. സാധാരണ അറിയിക്കലും ചെയ്യണം. എല്ലാ ജമാഅത്തിൻ്റെ എല്ലാ മെമ്പർമാരും നമ്മളോട് പറയുന്നുണ്ട്. സാധാരണ നടക്കില്ല. അത് നമ്മൾ രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേർന്നത്. രതീഷ് വാസുദേവൻ, ഇതെന്താ പേരിടൽ ചടങ്ങോ മറ്റോ ഒന്നും അല്ലല്ലോ, ഇതൊരു വിവാഹമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും തെറ്റിദ്ധരിപ്പിച്ചൊരു വിവാഹം നടത്തിക്കുക എന്നതിനപ്പുറത്ത് അതുകൊണ്ടാണ് നടത്തി കൊടുക്കുക എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം രേഖകളൊക്കെ പരിശോധിക്കാതെ സാധാരണഗതിയിൽ ഇങ്ങനെ വിവാഹം നടത്തി കൊടുക്കാറുണ്ടോ? ഷാമിലി, തീർച്ചയായും അത്തരം ഒരു സംശയമുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഓഫീസാണ് ഇത്തരം വിവാഹങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതും ആ രജിസ്റ്റർ സൂക്ഷിക്കുകയും ഉൾപ്പെടെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ പുരോഹിതന്മാർ അത് സാമാന്യം അത് നോക്കാറുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതായത് ജമാഅത്ത് സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന ഒരു അവർക്ക് പരിചയമുള്ള ഒരു കുടുംബത്തെ അവരുടെ വിവാഹം എന്ന നിലയിലാണ് താൻ അതിനെ പരിഗണിച്ചതെന്നാണ് ഈ റഹ്മത്തുള്ള എന്ന പുരോഹിതൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായത് പ്രായപൂർത്തിയുള്ള കുട്ടിയുമായിട്ട് തന്നെയാണ് നിക്കാഹ് നടത്തുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു ധാരണ പുരോഹിതന് നൽകിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും മറ്റ് കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നിക്കാഹ് എന്ന ചടങ്ങ് മാത്രമാണ് ആരാധനാലയത്തിൽ വെച്ച്, പള്ളിക്കുള്ളിൽ വെച്ച് നടത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ, കാര്യങ്ങളൊക്കെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെ നിർവഹിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. താൻ അങ്ങനെ അല്ല, പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയാണ് നിക്കാഹ് നടത്തിയതെന്ന് അറിയാമെങ്കിൽ താൻ അതിന് മുതിരില്ലായിരുന്നു എന്നൊക്കെ ന്യായീകരണമാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് 4 പേർക്കെതിരെ കേസെടുത്തതിൽ ഒന്ന് ഈ പുരോഹിതൻ റഹ്മത്തുള്ളക്കെതിരെ ആണ്. ഒന്ന് ഷബീർ ഷെയ്ഖ് എന്ന ഈ വരനെതിരെയും ഈ പെൺകുട്ടിയുടെ 55 വയസ്സുകാരനായ പിതാവ്, അതുപോലെ തന്നെ പള്ളിയുടെ ജമാഅത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗമായ പടന്ന പഞ്ചായത്ത് അംഗവുമായ PK താജുദ്ദീൻ തുടങ്ങിയ 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത്തരം ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഇത്തരത്തിൽ ഈ പുരോഹിതൻ സംസാരിക്കുന്ന കാര്യങ്ങളും കൂടെ പുറത്തു വരുന്നത്. എന്തായാലും സംഭവം ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഔദ്യോഗികമായി പോലീസിന് ഈ പരാതി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 4 പേരും ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അവരെ കണ്ടുകിട്ടുന്നതിനുള്ള അന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. മാത്രമല്ല, കോടതി ഇടപെട്ട സ്ഥിതിക്ക് വളരെ പൊടുന്നനെ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാവേണ്ടത് പോലീസിനും കൂടി ബാധ്യതയാണ്. അതായത് വാറണ്ട് ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ തെരയുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ വരൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് വിദേശത്താണ്, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവന്ന് ഈ കേസുമായി സഹകരിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ ഉൾപ്പെടെ പോലീസ് നടത്തേണ്ടതുണ്ട്. എന്തായാലും മഹലിന് ഒരു തരത്തിൽ പ്രയാസമുണ്ടാക്കി എന്ന തരത്തിൽ മഹലിലെ മറ്റ് വിശ്വാസികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ മഹല് നേതൃത്വത്തിനെതിരെ വന്നതായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും കൂടുതൽ ചർച്ചകൾ, അതായത് ഇത്തരത്തിൽ നിരവധി വിവാഹങ്ങൾ നടന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പോലും മഹലിനെ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന മഹല്ല് സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ ഈ നിയമപരമല്ലാത്ത വിവാഹത്തിന് കൂട്ടുനിന്നു തുടങ്ങിയ ആക്ഷേപങ്ങളും മഹലിലെ വിശ്വാസികളടക്കം, മഹല്ല് കമ്മിറ്റികളിലെ മറ്റുള്ള ആളുകളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഈ ഓഫീസിലുണ്ടായിരുന്ന ആരാധനാലയത്തിൽ അന്നുണ്ടായിരുന്ന രജിസ്റ്ററിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അന്ന് അവിടെ ആ ചടങ്ങ് നടന്നതായിട്ട് ദൃശ്യങ്ങൾ കണ്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അത് ഒരുപക്ഷേ തെളിവ് നശിപ്പിക്കാൻ മാച്ചു കളഞ്ഞു എന്നും സംശയിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ഉൾപ്പെടെ അല്ലെങ്കിൽ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നതിനിടയ്ക്കാണ് ഈ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. റഹ്മത്തുള്ള പറയുന്നത് താൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ താനിത് അറിഞ്ഞില്ലെങ്കിൽ താനിതിന് അനുവദിക്കില്ലായിരുന്ന ന്യായീകരണമാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ആധികാരികമായി പരിശോധിക്കേണ്ടതല്ലേ, നിസ്സാരമായി ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്ന ചോദ്യമുണ്ട് ഈ ഘട്ടത്തിലും. ശ്യാമിൽ, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.